എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറച്ച് ദിവസമൊക്കെ ആയിട്ട് ലോങ് വീഡിയോസ് ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇത് നമ്മളോട് പുതിയൊരു സീരീസാണ് കോൾഡ് ടെക്കിങ്. ഇതിലൂടെ ഞാൻ കുറച്ച് ടെക് ന്യൂസുകൾ എൻ്റെ കയ്യിൽ കിട്ടുന്നതെല്ലാം ഞാൻ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇതുപോലുള്ള ഉപയോഗം നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും. ഇന്ന് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ അതാണ്ട് വേറൊരു ന്യൂസ് അറിയാൻ പറ്റുന്നുണ്ട്. നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമായിരിക്കും. അമേരിക്കയുടെ പണ്ടത്തെ താരിഫുകൾ തിരിച്ചു കൊണ്ടുവരാനുള്ള ചാൻസസ് കൂടുതലാണ്. 2 വീക്സ് അല്ലെങ്കിൽ 1 വീക്ക് 1 മന്തിനുള്ളിൽ കൊണ്ടുവരുമെന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ വായിച്ചു നോക്കിയപ്പോൾ അങ്ങനെയാണ് അറിയുന്നത്. അപ്പോൾ എന്തായാലും കണ്ടറിയാം ഇനിയിപ്പോൾ എന്തൊക്കെയാണ് വില കൂടുന്നതെന്ന് പറഞ്ഞാൽ സെമി കണ്ടക്ടേഴ്സ്, സ്മാർട്ട് ഫോൺസ്, അതുപോലെ തന്നെ മറ്റ് ഇലക്ട്രോണിക് അപ്ലയൻസസിലൊക്കെ ഇത് അപ്ലിക്കബിൾ ആണെന്നാണ് പറയുന്നത്. പിന്നെ ലാപ്ടോപ്സ് അതിനകത്ത് ഇങ്ങോട്ടാണ്. അപ്പോൾ കണ്ടറിയാം നമുക്ക്. പിന്നെ അല്ലാണ്ട് എൻ്റെ വേറൊരു കാര്യം, നമ്മുടെ PS5 കൺസോൾ ഹാർഡ്വെയറിൻ്റെ ഒക്കെ മീൻസ് നമ്മുടെ പ്ലേ സ്റ്റേഷൻ അതിൻ്റെ റേറ്റൊക്കെ ഇപ്പം സോണി കൂട്ടിയിട്ടിട്ടുണ്ടെന്നൊക്കെ അറിയാൻ പറ്റുന്നുണ്ട്. നമ്മളെ ന്യൂസിലാൻഡിൽ 10 to 15% വരെ മീൻസ് എന്താ റേറ്റ് കൂടിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പിന്നെ അല്ലാണ്ട് തന്നെ ന്യൂസിലാൻഡ്, യൂറോപ്പ്, UK ഇടങ്ങൾ അവിടെയൊക്കെ ആയിട്ട് റേറ്റ് കൂടിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. കണ്ടറിയാം. പ്ലേ സ്റ്റേഷൻ ഉള്ളവരൊക്കെ താഴെ കമൻറ്റ് ചെയ്ത് തരും. ഞാൻ സാധനം എന്നിട്ടും കണ്ടിട്ടില്ല, അത് അറിയില്ല. അപ്പം എന്തായാലും റേറ്റ് കൂടിയിട്ടുണ്ട്, അത് നിങ്ങൾ അറിഞ്ഞു. പിന്നല്ലാണ്ട് തന്നെ ഇവിടെ ആരൊക്കെ ഓപ്പോയുടെ ഫോൺ ഉപയോഗിക്കുന്നുണ്ടോ താഴെ കമൻറ്റ് ചെയ്തു. ഓപ്പോയുടെ ലേറ്റസ്റ്റ് ഫോണൊക്കെ കാത്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾ വാങ്ങിക്കാനായിട്ട് എങ്കിൽ നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട്. ഓപ്പോയുടെ K30 ലോഞ്ച് ഡീറ്റെയിൽസ് അതെന്ന് വെച്ചാൽ ഏപ്രിൽ 21 ഇത് ഇറങ്ങുന്നുണ്ടെന്ന് ഇന്ത്യയിലോട്ട്. പിന്നല്ലാണ്ട് തന്നെ ഡിസൈനും അതുപോലെ തന്നെ സ്നാപ്ഡ്രാഗൻ്റെ ചിപ്സെറ്റും ഒക്കെ ആയിട്ടാണ് വരുന്നത്. സ്നാപ്ഡ്രാഗൻ്റെ Gen 6 അങ്ങനെ എന്തെങ്കിലും ചിപ്സെറ്റാണ് വരുന്നത്. ഞാൻ കറക്റ്റ് കൊടുത്തേക്കാൻ സൈഡിൽ നിങ്ങൾ അവിടെ വായിച്ചു നോക്കുക. പിന്നെ അല്ലാണ്ട് തന്നെ 7000 mAh ബാറ്ററി വരുന്നുണ്ട് കേട്ടോ. അപ്പം മാക്സിമം ബാറ്ററി ബാക്കപ്പ് ഒക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾ അത്യാവശ്യം ബാറ്ററി ബാക്കപ്പ് ഉള്ള ഫോണൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പിന്നെ അല്ലാണ്ട് അതർ ഓപ്ഷൻസും അവൈലബിൾ ആണ്. ഇന്ന് മിക്കവാറും ഞാൻ ലോഞ്ച് ഡീറ്റെയിൽസിനെ പറ്റിയായിരിക്കും മൊത്തത്തോടെ പറയുന്നത്. കാരണം ഇനി വരാൻ പോണതോ അതിനെപ്പറ്റി തന്നെ. പിന്നെ ഇടയ്ക്ക് ചെറിയ ന്യൂസൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇനി ഞാൻ പറയാവുന്ന വേറെ ഒന്നുമില്ല. ബാക്ക്ഗ്രൗണ്ട് മാറിയിട്ടുണ്ട്, അവിടെ ചൂടടെ മുടിഞ്ഞു, അതുകൊണ്ട് ഇങ്ങോട്ട് മാറി. അപ്പം എന്തായാലും നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഐക്യൂൻ്റെയും അതുപോലെ തന്നെ വിവോയുടെയൊക്കെ ഫോൺ ഉപയോഗിക്കുന്നെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്തു പരസ്പരം ഒന്ന് സംസാരിക്കാം. ഞാൻ ഐക്യൂൻ്റെ Z9 5G ആണ് ഉപയോഗിക്കുന്നത്. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ആ ഒരു ഫോണിൽ നിന്നാണ്. നമ്മുടെ വിവോയുടെ S200 അൾട്രയുടെ ക്യാമറ ഹാർഡ്വെയർ ഡീറ്റെയിൽസ് ലീക്കായിട്ടുണ്ട്. അത് ഫോൺ ഇറങ്ങുന്നതിന് മുമ്പേ 35, 14 അതുപോലെ തന്നെ 85 ഇങ്ങനെയാണ് ക്യാമറയുടെ എന്ന് വെച്ചാൽ 3 ലെൻസിൻ്റെ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. പിന്നെ അല്ലാണ്ട് തന്നെ സോണിയുടെ LYT സീരീസിലുള്ള ഒരു ക്യാമറ ലെൻസാണ് ഉപയോഗിക്കുന്നത്. എന്തായാലും നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫോണായിരിക്കുമെന്ന് തോന്നുന്നു. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാത്തിരിക്കാം. അതിനകത്ത് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അല്ലാണ്ട് തന്നെ മോട്ടറോള അവരുടെ 2 പുതിയ പ്രോഡക്ട്സുകൾ ഇന്ത്യയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ അറിഞ്ഞാണൊരിക്കും, അറിയില്ലാത്തവർക്കായിട്ട് ഞാൻ പറഞ്ഞുതരാം. മോട്ടറോളയുടെ ലാപ്ടോപ്പ് പേരെന്ന് പറയുന്നത് മോട്ടോ ബുക്ക് 60 എന്നും ടാബ്ലറ്റിൻ്റെ പേര് മോട്ടോ പാഡ് 60 Pro എന്നുമാണ്. മോട്ടോ പാഡ് 60 Pro എടുത്ത് നോക്കുകയാണെങ്കിൽ കുറച്ച് ഫീച്ചേഴ്സ് എനിക്ക് അറിയാമെന്നുള്ള പറഞ്ഞുതരാം. ഡിമെൻസിറ്റിയുടെ പ്രോസസ്സറാണ് വരുന്നത്. ഏത് പ്രോസസ്സറാണെന്ന് ഞാൻ ഷുവറല്ല. പിന്നെ അല്ലാണ്ട് തന്നെ അതിനകത്ത് അത്യാവശ്യം അവരുടെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ഒക്കെ വരുന്നുണ്ട്. ആൻഡ്രോയിഡ് ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ഒരു നല്ലതാണ്. ഇവിടെയൊക്കെ നമ്മളെ ഇതിൻ്റെ പുറത്താണെങ്കിൽ മൈ UI എന്ന ഒരു UI ഇടാണ് വേറെ ഒന്നുമില്ല. അവരുടെ UI ഇവിടെ നിന്ന് ഡിഫറെൻ്റ് ആണ്. നമ്മളെ ഇന്ത്യയിലോട്ട് വരുമ്പോൾ സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് എന്തായിരുന്നത്. പക്ഷെ പുറത്ത് അവിടെ MIUI എന്നങ്ങാണ്ടാണ് മൈ UI എന്നാണ് പറയുന്നത്. വായിക്കുമ്പോൾ ഒരു MIUI എന്നൊക്കെ ആയിരിക്കും വായിന്ന് പറയുന്നത്. പക്ഷെ MIUI ഒന്നും അല്ല കേട്ടോ, മൈ UI എന്നാണ് പറയണത്. എന്തോ കൺഫ്യൂഷൻ ആയിക്കോട്ടെ. അപ്പോൾ ഇത്ര അറിഞ്ഞാൽ മതി. ഈ 2 പ്രോഡക്റ്റ്സുകൾ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു വെറൈറ്റി ആയിക്കോട്ടെന്നും പറഞ്ഞ് ചെയ്യണേന് മൈക്ക് ഇവിടെയല്ല കിടക്കണം, ഇവിടെയാണ് കിടക്കണം. പിന്നെ വേണ്ടേ കൂടെ എങ്ങനെയുണ്ട് സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ചുമ്മാ ഒരു വെറൈറ്റി പിടിക്കാൻ വേണ്ടി ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ അടുത്ത ന്യൂസ് എന്ന് പറഞ്ഞാൽ വായിക്കാത്ത കയറാതിരിക്കുക, വേറെ ഒന്നുമല്ല. നമ്മുടെ സാംസങ്ങിൻ്റെ One UI 7 അവർ റോൾ ഔട്ട് തുടങ്ങിയായിരുന്നു. പക്ഷേ ഇടയ്ക്ക് വെച്ച് അവർ നിർത്തി. കാരണം എന്തൊക്കെ ബഗ് ഫീച്ചേഴ്സും ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് കംപ്ലയിൻറ്റ് വന്നപ്പോഴത്തേക്ക് അവരൊന്ന് നിർത്തി മാറ്റാൻ വിചാരിച്ച്. ഇപ്പോൾ അതാണ്ട് സൗത്ത് കൊറിയയിലൊക്കെ അവർ നിർത്തി വെച്ചായിരുന്നു. ഇപ്പോൾ അവർ ഇന്ത്യയിലോട്ട് റോൾ ഔട്ട് ചെയ്യാനുള്ള റൂട്ട് മാപ്പ് ലീക്കായിട്ടുണ്ട്, മീൻസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ റൂട്ട് മാപ്പിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് നോക്ക്. ഒന്നവിടെ നിങ്ങളുടെ മീക്ക് എന്തായാലും അവിടെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ടോ നോക്കിയിട്ട് പറയാം. ഇത് കുറച്ച് ഓവറായെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എന്നാലും ഒരു വെറൈറ്റിക്ക് വേണ്ടി എങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. മൈക്ക് ഇവിടെ തൂങ്ങിയിട്ടത് കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു സൗണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ താരെ കമൻറ്റ് ചെയ്യാൻ മറക്കട്ടെ. ഓപ്പറായെന്നറിയാം, എന്നാലും ഇരിക്കട്ടെ. ഒരു എൻ്റർടൈൻമെൻറ്റിന്. അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ വന്നിരുന്നിട്ട് എൻ്റെ വെളുവായിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബംബ്ലാന്നും കേട്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എന്തെങ്കിലും ഉപയോഗം വേണ്ടേ, അതുകൊണ്ട് കുറച്ച് എൻ്റർടൈൻമെൻറ്റ് ആണെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഇട്ടേക്കണം. ശരിയപ്പോൾ പിന്നെ അല്ലാണ്ട് തന്നെ നിങ്ങൾ വേറൊരു കാര്യം അറിഞ്ഞാൽ അറിഞ്ഞുകൂടാ. നമ്മുടെ ഹുവാവിയും പിന്നെ സിയാക്ക് എന്നും പറഞ്ഞൊരു EV ബ്രാൻഡും കൂടെ ചേർന്നിട്ട്
EV ബ്രാൻഡ് എന്താ കണ്ടാണ് ഞാൻ കൂടുതൽ വായിച്ച് നോക്കിയിട്ടില്ല. എന്തായാലും അവിടെ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 2 ബ്രാൻഡും കൂടെ ചേർത്തിട്ട് ഒരു ബ്രാൻഡ് പുതിയത് തുടങ്ങിയിട്ടുണ്ട് EV വെഹിക്കിൾസിന് വേണ്ടി, മീൻസ് കാറൊക്കെ ഇറക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഷാൻജി. ചൈനീസിൽ വായിക്കുമ്പോൾ എന്തെന്ന് അറിയില്ല, ഷാൻജി എന്നാണ് എൻ്റെ വായിക്കുമ്പോൾ തോന്നുന്നത്. നിങ്ങൾക്ക് എന്തെന്നാണ് വേർഡ് അവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വായിക്കുമ്പോൾ എന്തെന്നാണ് തോന്നുന്നത്? എനിക്ക് ഷാൻജി ആരും വാക്കാൻ തോന്നുന്നത് കൊള്ളാം, പക്ഷെ നല്ല പേരാണ്. മൈക്ക് ഇവിടെ. അപ്പോൾ ഒന്ന് നമ്മൾ അഭിപ്രായം താഴെ കമന്റ് ചെയ്യാൻ പറയരുത്. ഷാൻജി എനിക്ക് സഞ്ജിനെയാണ് ഓർമ്മ വന്നത്. അതൊക്കെ വേണ്ട, കളിച്ച പോകാൻ വേണ്ടി ഇപ്പോൾ. അപ്പോൾ എന്തായാലും പുതിയ ബ്രാൻഡ് വന്നിട്ടുണ്ട്, EV ഹുവാവി സിയാക്കെന്നും പറഞ്ഞ്, സിയാക്കെന്നാ സൈക്കെന്നാ എന്തോ കണ്ടെയാണ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വായിച്ചു നോക്കാം. എൻ്റെ മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞത് മൈൻഡ് ചെയ്യാം. അയ്യോ, ഞാൻ ആദ്യമേ തന്നെ ഒരു ന്യൂസ് അപ്പോൾ പറയാൻ മറന്നുപോയി. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഇവിടെ ഇതിനകത്ത് ഫുള്ള് വെടിയും പോകുകയും മറ്റേ എന്താ ഇതിനെ പറ്റിയുള്ള വെടിയും പോകുകയായിരിക്കും, ലോഞ്ച് ഡേറ്റും മറ്റേത് മറിച്ചത്. അപ്പോൾ വേറെ ഒന്നുമല്ല, നമ്മുടെ OnePlus 13T എന്ന് പറയുന്ന ഒരു മോഡല്, അതിൻ്റെ ഡിസൈനും കളേഴ്സും ലീക്കായിട്ടുണ്ട്. മീൻസ് എന്താ നോക്കാം, നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ എൻ്റെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ, റിസോഴ്സസ് എനിക്ക് കിട്ടിയ എല്ലാ കവറിനെ അവിടെ വളർത്തിയിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാം. പിന്നെ വേറൊരു കാര്യം, ഈ 13T പുറത്തോട്ട് വരുമ്പോൾ നമ്മുടെ ഇന്ത്യയിലോട്ട് വരുമ്പോഴത്തേക്കും അത് 13S ആവും എന്നുള്ളൊരു, ചിലപ്പോൾ ശരിയാവുമായിരിക്കും. ഞാൻ ഒരു സ്റ്റോറി കണ്ടതാണ്, എന്താ 13S ആയിട്ട് ഇവിടെ വരും എന്നാണ് അറിയുന്നത്. അപ്പോൾ കണ്ടറിയാം. ഓക്കെ, ഏതൊക്കെ ഫോണായി? OnePlus ആയി, ഓപ്പോ ആയി, വിവോ ആയി. ഇപ്പോൾ അതാ അടുത്തതായിട്ട് റിയൽമിയുടെ 14T എന്നോ ഏതാണ്ട് ഒരു മോഡല്. അത് കീ സ്പെക്സ്, പ്രൈസ് റേഞ്ച്, കളേഴ്സ് എല്ലാം റിവീൽഡ് ആയിട്ടുണ്ട്, നിങ്ങൾക്ക് എടുത്ത് നോക്കാം. അപ്പോൾ അതിൻ്റെ നിങ്ങളൊന്ന് എടുത്ത് നോക്കിക്കോ. ഇതാണ് ഇവിടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ന്യൂസ്. നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം. അടുത്ത വീഡിയോ എന്നാണ് പറഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ദുരന്തം. ചിലപ്പോൾ ഇത് നിങ്ങൾക്ക് അടുത്ത മാസം ഞാൻ ഈ ന്യൂസ് പറഞ്ഞത്. അതിന് മുമ്പേ ഇന്ന് തന്നെ ഇടാൻ നോക്കാം. ഇന്ന് എത്രാം തീയതി ഇല്ലേ? ഇത് എടുക്കണത് ഈ വെള്ളിയാഴ്ചയാണ്, ഈ മന്ത് വെള്ളിയാഴ്ച. ഈ വെള്ളിയാഴ്ചയാണ് എടുക്കുന്നത് ഈ വീഡിയോ. ഇന്ന് തന്നെ വരുന്നെങ്കിൽ ഓക്കെ. അപ്പം നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം. അതൊരു സ്റ്റേ സൂൺ വിത്ത് ടെക്കിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സീരീസ് ടീം അല്ലേ. അപ്പം കാണാം. ഒരു കാര്യം, ഇഷ്ടപ്പെട്ടെങ്കിൽ ആ പേജ് എന്നപ്പോൾ വൈകുന്നേരം എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേര്. ലോങ് വീഡിയോസ് ഇടാൻ നോക്കാം മാക്സിമം. ഓക്കെ.